അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 18 വ്യാഴാഴ്ച. ജമ്മുവിലെ ഡോഡയിൽ ഭീകരരുമായി വീണ്ടും ഏറ്റുമുട്ടൽ. കാസ്തിഗഡിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. രജൌരിയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും വെടിവെപ്പുണ്ടായി. ഇന്ന് പുലർച്ചെയാണ് ഡോഡയിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായത്. കാസ്തിഗഡിലെ അപ്പർ ദേശബട്ടയിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. തുടർച്ചയായ ആക്രമണങ്ങളിൽ കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് ജമ്മുവിൽ പ്രതിഷേധിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മദ്രസയിൽ പോയ കുട്ടികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. കുട്ടികൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണൂരിൽ കനത്ത മഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. മട്ടന്നൂരിന് സമീപം കൊട്ടാരം പെരിയത്തിൽ റോഡിലാണ് ആഡംബര കാർ വെള്ളത്തിൽ മുങ്ങിയത്. യാത്രക്കാരെ രക്ഷപ്പെടുത്തി. മട്ടന്നൂർ മണ്ണൂർ പാതയിലെ നായിക്കാലിയിൽ റോഡിടിഞ്ഞു പുഴയിലേക്ക് വീണു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിൽ ഇറക്കാൻ കഴിയാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. പുലർച്ചെ കുവൈത്തിൽ നിന്നെത്തിയ വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. കനത്ത മഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റിൽ കൊച്ചി മെട്രോ ട്രാക്കിലേക്ക് ഫ്ലക്സ് ബോർഡ് മറിഞ്ഞു വീണ് അപകടം. കലൂർ മെട്രോ സ്റ്റേഷനും ടൗൺഹാൾ മെട്രോ സ്റ്റേഷനും ഇടയിലാണ് അപകടം ഉണ്ടായത്. ഇതോടെ ഈ റൂട്ടിൽ ഗതാഗതം നിർത്തിവെച്ചു. ഫ്ലക്സ് ബോർഡ് മാറ്റിയ ശേഷം സർവീസ് പുനരാരംഭിച്ചു. പിന്നാലെ എറണാകുളം സൗത്ത് കടവന്ത്ര സ്റ്റേഷന് ഇടയിലുള്ള മെട്രോ ട്രാക്കിലേക്ക് ടാർപോളിനും മറിഞ്ഞു വീണു. ഇതോടെ ഇതുവഴി 2 ഭാഗത്തേക്കുമുള്ള ട്രെയിൻ സർവീസ് 15 മിനിറ്റോളം നിർത്തിവെച്ചു. ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഓർമ്മയിൽ നിറഞ്ഞ് കേരളം. സംസ്ഥാനമെങ്ങും ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുമായാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും. ഉമ്മൻചാണ്ടി യഥാർത്ഥ ജനനേതാവാണെന്നും ജീവിതകാലം മുഴുവൻ അചഞ്ചലമായ സമർപ്പണത്തോടെ ജനങ്ങളെ സേവിച്ചുവെന്നും രാഹുൽ പറഞ്ഞു. എല്ലാ പദവികളും ജനങ്ങളെ സേവിക്കാൻ വിനിയോഗിച്ചുവെന്നും കാഴ്ചപ്പാടും അർപ്പണബോധവും കരുതലും ഉള്ള നേതൃത്വത്തിന്റെ സാക്ഷ്യപത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്നും ഉമ്മൻചാണ്ടിയുടെ ജീവിതം കേരള ചരിത്രത്തിൽ ഒരിക്കലും മായാത്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അചഞ്ചലമായ അർപ്പണവും നേതൃപാഠവും വഴി ജനനായകനായ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുസ്മരിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഉമ്മൻചാണ്ടിയുടെ സമർപ്പണം ആഴത്തിൽ സ്മരിക്കപ്പെടുമെന്നും ഉമ്മൻചാണ്ടി എക്കാലവും ആദരിക്കപ്പെടുന്ന നേതാവാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി പ്രവർത്തിച്ച നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് ശശി തരൂർ MP. ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിന്റെ കാര്യത്തിൽ കേരള സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹത്തെ പാർട്ടി നേതാവായി കാണാതെ കേരളത്തിന് വേണ്ടി സേവനം ചെയ്ത കേരളപുത്രനായി കാണണമെന്നും തരൂർ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം. ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ചാശ്വസിപ്പിച്ച ചുരുക്കം നേതാക്കളിൽ ഒരാളായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി. കോടിയേരിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒരുപോലെ ക്രൂശിക്കപ്പെട്ട കുടുംബമാണെന്നും ബിനീഷ് പറഞ്ഞു. ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിയ നേതാക്കന്മാരെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ ജനങ്ങൾ സമ്മതിക്കില്ലെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആദരമെന്നും ബിനീഷ് കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തിൽ കോട്ടയം പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ബിനീഷ് കോടിയേരി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ചവിട്ടി പുറത്താക്കിയാലും താനിനി കോൺഗ്രസ് വിടില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കെ കരുണാകരന് ഇനിയൊരു ചീത്തപ്പേര് ഉണ്ടാക്കില്ല. തൃശൂർ തോൽവി ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയാണ് വയനാട് ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
TN പ്രതാപനും ഷാനിമോൾ ഉസ്മാനും വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ലെന്ന് അവർ തന്നെ രാവിലെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പ്രചാരണത്തിൽ സജീവമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ മുരളീധരനെതിരെ രൂക്ഷ വിമർശനം നടന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ ഒരു ചർച്ചയിലും മുരളീധരനെതിരെ ഒരു പ്രതിനിധികളും വിമർശനം നടത്തിയിട്ടില്ല. ക്യാമ്പ് പ്രതിനിധികൾ അല്ലാത്ത പാർട്ടി ശത്രുക്കൾ മനഃപൂർവ്വം മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫിഷറീസ് സർവകലാശാല VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചാൻസലറായ ഗവർണർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിന് എതിരായ സർക്കാരിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഹർജിയിൽ തീരുമാനമുണ്ടാകും വരെ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് ചാൻസലർ കോടതിയിൽ ഉറപ്പു നൽകി. സർവകലാശാലയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് ജോയ് മരിച്ച സംഭവത്തിൽ റെയിൽവേക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPM. ഏത് ദന്തഗോപുരത്തിലാണെങ്കിലും പോലീസ് നടപടി തുടങ്ങിയാൽ റെയിൽവേ ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങുമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയി പറഞ്ഞു. ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോയി. തോട്ടപ്പള്ളിയിൽ നിന്ന് സ്വകാര്യ സംരംഭകർ മണൽ കടത്തുന്നുവെന്ന് ആലപ്പുഴ MPയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ. KMMLനെ വർഷം തോറും ഖനനം നടത്താൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മണൽ കടത്ത്. എത്ര മണൽ ആര് കൊണ്ടുപോകുന്നുവെന്ന് ആർക്കും അറിയില്ല. 2019 വെള്ളപ്പൊക്കം പരിഗണിച്ച് കരിമണൽ ഖനനത്തിന് പ്രത്യേക ഉത്തരവിലൂടെയാണ് KMML, IIREL എന്നിവർക്ക് അനുമതി നൽകിയത്. പഠനം നടത്താതെയാണ് ഈ നീക്കമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ V. മുരളീധരൻ. മേയർക്ക് കമ്പം കാറോട്ടത്തിലാണെന്നും KSRTC ബസ്സിനെ ഓടിച്ചു പിടിക്കുന്നതാണ് മേയറുടെ ഹോബിയെന്നും അദ്ദേഹം പറഞ്ഞു. കാറിന്റെ പിൻസീറ്റിലിരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കണ്ടു, പക്ഷേ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ലെന്നും V. മുരളീധരൻ പരിഹസിച്ചു. അട്ടപ്പാടിയിലെ പാരമ്പര്യ ഭൂമി തിരികെ കിട്ടാനുള്ള ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മയുടെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണെന്ന് തഹസിൽദാർ. അക്കാരണത്താൽ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്നും നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നുവെന്നും തഹസിൽദാർ വ്യക്തമാക്കി. അഗളിയിലെ സ്വകാര്യ വ്യക്തിയാണ് വ്യാജ നികുതി രസീത് സംഘടിപ്പിച്ച് ഭൂമി സ്വന്തം പേരിലാക്കിയതെന്നാണ് ആരോപണം. മലമ്പനി റിപ്പോർട്ട് ചെയ്ത മലപ്പുറം പൊന്നാനിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പ്രത്യേക രക്തപരിശോധനാ ക്യാമ്പുകൾ നടത്തും. ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് രോഗം പടർന്നിട്ടുണ്ടോയെന്നറിയാനാണ് നീക്കം. മഴയുടെ തീവ്രത കുറയുന്ന മുറയ്ക്ക് ഫോഗിംഗ് നടത്തുവാനും ഇതിനാവശ്യമായ ഫോഗിംഗ് മെഷീനുകൾ വാങ്ങാനും യോഗത്തിൽ ധാരണയായി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ നഗരസഭ വരുത്തിയ വീഴ്ചയാണ് മലമ്പനി പോലുള്ള പകർച്ചവ്യാധിക്ക് കാരണമായതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. വെള്ളച്ചാട്ടത്തിൽ റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ 300 അടി താഴ്ചയിലേക്ക് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. ട്രാവൽ ബ്ലോഗറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ മുംബൈ സ്വദേശിനി ആൻവി കാംദ്രാണ് മരിച്ചത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡിനടുത്തുള്ള കുംബൈ വെള്ളച്ചാട്ടത്തിലാണ് യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മുസഫർ നഗറിലെ ഖൻവർ യാത്രാവഴിയിലെ ഹോട്ടലുകൾക്ക് മുന്നിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണം എന്ന UP പോലീസിന്റെ നിർദ്ദേശം വിവാദത്തിലായി. സമാധാനം തകർക്കാനുള്ള നടപടിയാണിതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. സർക്കാർ താൽപര്യം എന്തെന്ന് കണ്ടെത്താൻ കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ സ്പോൺസേഡ് മതഭ്രാന്തെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആരോപിച്ചു. എന്നാൽ തീർത്ഥാടകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്നായിരുന്നു UP പോലീസിന്റെ വിശദീകരണം. അമേരിക്കയിൽ പോലീസ് പട്രോളിംഗ് വാഹനമിടിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടപ്പോൾ പൊട്ടിച്ചിരിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സിയാറ്റിൽ പോലീസ് ഓഫീസറായ ഡാനിയൽ ഓർഡറെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനാകെ അപമാനമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജാൻവി കാണ്ടൂല എന്ന 23-കാരിയായ ആന്ധ്ര സ്വദേശിനി കൊല്ലപ്പെട്ട കേസിലാണ് നടപടി. മഹാരാഷ്ട്രയിലെ വിവാദ IAS ട്രെയിനി പൂജ കേത്കറുടെ അമ്മ അറസ്റ്റിൽ.
കർഷകരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്ന കേസിലാണ് മനോരമ കേത്കറെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെയായിരുന്നു അറസ്റ്റ്. 1.5 വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് അറസ്റ്റ് ഉണ്ടായത്. കർഷകർ അന്ന് തന്നെ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. എന്നാൽ മകൾ വിവാദക്കുരുക്കിൽ അകപ്പെട്ടതോടെയാണ് പോലീസ് കേസെടുത്തത്. നീറ്റ് UG പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പട്ന എയിംസിലെ 3 ഡോക്ടർമാരെ CBI കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഡോക്ടർമാരുടെ മുറികൾ സീൽ ചെയ്ത CBI അവരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ കസ്റ്റഡിയിലെടുത്തവരുടെ വിശദാംശങ്ങൾ CBI പുറത്തുവിട്ടിട്ടില്ല. ഗുജറാത്തിൽ ചാന്ദിപുര വൈറസ് രോഗലക്ഷണങ്ങളോടെ മരിച്ച കുട്ടികളുടെ എണ്ണം 15ആയി. 29 പേരിലാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ വൈറസ് ബാധയുണ്ടായെന്ന് സ്ഥിരീകരിച്ചു. ആരവല്ലിയിൽ മരിച്ച 5 വയസ്സുകാരിയിലും രോഗബാധ സ്ഥിരീകരിച്ചതായാണ് വിവരം. കൂടുതൽ പേരിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനിബാധിതരായ എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തണമെന്നാണ് നിർദ്ദേശം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.